ഒരിക്കൽ ഒരു ഭൂമി കത്തിക്കരിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ നമ്മൾ കരുതി ഇനി ആ ഭൂമിയിൽ നിന്നും ഒരു നന്മയും വരില്ലെന്ന്. അങ്ങനെ നോക്കി നിൽക്കെ ആകാശമൊന്ന് കറുത്തു. ഒരു ഇടി ആകാശത്ത് വെട്ടി. ഒരു മഴ ഭൂമിയെ കുളിർത്തു പെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ആ തരിശു ഭൂമിക്കകത്തു നിന്നും ചില പച്ചപ്പുകളൊക്കെ കിളിർത്തു വെളിയിൽ വന്നു. നിങ്ങളൊന്ന് നനഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ചില പച്ചപ്പുകളൊക്കെ കിളിർത്ത് വെളിയിൽ വരും. നമ്മുടെ ഉള്ളിൽ ഊർജം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന ഒരു വിഷയത്തിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ നമ്മളുടെ ചിന്തകളിലൂടെയും പ്രവർത്തികളിലൂടെയും നമ്മൾ ഊർജങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. പ്രധാനമായും പിന്നെ പലരും ചോദിക്കാറുണ്ട്, ഞാൻ കുഞ്ഞുനാൾ മുതലേ ഈ നാമം ചൊല്ലലും ഈശ്വരാരാധനകളും ഒക്കെ നടത്തുന്നുണ്ട്, എന്നിട്ടും ദൈവം എന്നെ അനുഗ്രഹിക്കാത്തതെന്താ എന്നതിൻ്റെ കാരണവും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. സത്യത്തിൽ ആ ചോദ്യം തെറ്റാണ്. ആ ചോദ്യം ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്: ഞാൻ ദിവസവും പ്രാർത്ഥിക്കുകയും അമ്പലത്തിൽ പോവുകയും വഴിപാട് ചെയ്യുകയും വിവിധ തരം സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ഉള്ളിലുള്ള ആ ദൈവികതകളൊന്നും അനുഭവിക്കാനും മനസ്സിലാക്കാനും അറിയാനും സാധിക്കാത്തത് എന്നാണ് ഒരു വ്യക്തി ചോദിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ചോദിക്കാൻ ഒരു വ്യക്തിക്ക് അറിഞ്ഞാത്തതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ നാമചൊല്ലലും അമ്പലവും ഇത്രയും ആരാധനയൊക്കെ നടത്തിയിട്ടും എന്നെ ദൈവം അനുഗ്രഹിക്കാത്തതെന്ന്. ഓക്കെ, അപ്പം അതിൻ്റെ കാരണവും അതും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഉള്ളിൽ സത്യസന്ധമായിട്ടുള്ളവർക്കും നിഷ്കളങ്കമായിട്ടുള്ളവർക്കും മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ചില ഡൈമെൻഷനുകളുണ്ട്, അല്ലെങ്കിൽ ചില നന്മകളുണ്ട്. ഈ ഗുണങ്ങളുള്ളവർക്ക് മാത്രമേ ആ നന്മകൾ അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യവും നമുക്കിതിലൂടെ ഒന്ന് മനസ്സിലാക്കാം. ഇത് മാത്രമല്ല, നമ്മളുടെ മനസ്സെന്താണെന്നും നമ്മളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും അത് നമ്മളിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നും നമ്മളുടെ വാക്കുകളുടെ ശക്തി എന്താണെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എപ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ ഊർജം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ശരീരത്തിൽ 60 മുതൽ 65% വരെയും ജലമാണെന്ന്. ആദ്യമായിട്ട് ജപ്പാൻ ശാസ്ത്രജ്ഞനായ ഇമാറു മോട്ടോ ആണ് ഒരാശയം മുന്നോട്ട് വെക്കുന്നത്. അതായത് മനുഷ്യൻ്റെ ചിന്തകൾക്കും വാക്കുകൾക്കും വികാരങ്ങൾക്കും ജലത്തിൻ്റെ തന്മാത്രാഘടനയെ, മോളിക്കുലർ സ്ട്രക്ചറിനെ മാറ്റാൻ കഴിയുമെന്ന ആശയം. അദ്ദേഹം അതിനുവേണ്ടി വിവിധ സ്ഥലങ്ങളിൽ പോയി ജലം കളക്ട് ചെയ്തുകൊണ്ട് വന്നു. വിവിധ സ്ഥലങ്ങളിൽ പോയി വെള്ളം കളക്ട് ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം ആ വെള്ളത്തിനെ ഐസ് ക്യൂബാക്കി മാറ്റി. ശേഷം ആ ഐസ് ക്യൂബിനെ ഒരു ഹൈ സ്പീഡ് മൈക്രോസ്കോപ്പിക്ക് ഉപയോഗിച്ച് നോക്കിയപ്പം ആ ജലത്തിൽ വിവിധ തരം രൂപങ്ങൾ കാണാനായിട്ട് പറ്റി, മോളിക്കുലർ സ്ട്രക്ചറുകൾ കാണാനായിട്ട് പറ്റി. ക്രിസ്റ്റൽസിൻ്റെ രൂപത്തിൽ
പല രൂപങ്ങൾ കാണാനായിട്ട് പറ്റി ഈ ജലത്തിൽ. അതായത് ഈ നല്ല വാക്കുകൾ ഉപയോഗിച്ച ജലങ്ങളിൽ നല്ലതായിട്ടുള്ള മോളിക്കുലർ സ്ട്രക്ചേഴ്സ് കാണാനായിട്ട് സാധിച്ചു. നല്ല ഭംഗിയുള്ള സ്ട്രക്ചേഴ്സ് കാണാനായിട്ട് സാധിച്ചു. അതായത് സ്നേഹവും സമാധാനവും ആയിട്ടുള്ള വാക്കുകൾ ഈ ജലത്തിനെ നോക്കി പറഞ്ഞതിന് ശേഷം ആ ജലം ഒരു മൈക്രോസ്കോപ്പിക്കിലൂടെ നോക്കിയപ്പോൾ ആ ജലത്തിൽ നല്ല നല്ല ക്രിസ്റ്റൽസ് കാണാനായിട്ട് സാധിച്ചു. നല്ല നല്ല രൂപങ്ങൾ കാണാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ഇദ്ദേഹം മോശമായിട്ടുള്ള വാക്കുകൾ ജലത്തിൻ്റെ നോക്കി പറഞ്ഞതിന് ശേഷം ആ ജലം മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ചിന്നിച്ചെതറിയ ക്രിസ്റ്റൽസാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പം ഇതിലൂടെ അദ്ദേഹം പറയുന്നത് നമ്മുടെ വാക്കുകളിലൂടെ ഈ ജലത്തിൻ്റെ തന്മാത്രകളെ മാറ്റാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെ ആ വെള്ളത്തിൻ്റെ ഊർജം അല്ലെങ്കിൽ വൈബ്രേഷൻസ് തന്നെ, ജലത്തിൻ്റെ വൈബ്രേഷൻ തന്നെ മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ആദ്യമായിട്ട് പറഞ്ഞത് ഈ ജപ്പാൻ ശാസ്ത്രജ്ഞനായ ഹിമാറു മോട്ടോ ആണ്. ഇതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലും കൂടുതലും ജലമായതുകൊണ്ട് വാക്കുകൾക്ക് നമ്മളുടെ ഉള്ളിലും വളരെയധികം മാറ്റം വരുത്താൻ സാധിക്കും. സ്വാധീനം ചെലുത്താൻ ഈ വാക്കുകൾക്ക് സാധിക്കും. നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ സെല്ലിലെ മോളിക്കുലാർ സ്ട്രക്ചറിനെ വരെ മാറ്റാനായിട്ട് ഈ വാക്കുകൾക്ക് സാധിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 1-2 ഉദാഹരണം പറയാം. ഒന്നാമത്തെ ഉദാഹരണം നെഗറ്റീവായിട്ടുള്ള കുറച്ച് വാക്കുകൾ ഞാൻ പറയാം. അപ്പം നിങ്ങൾക്കത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കണ്ട, നിങ്ങളെയല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കണ്ട. ഞാൻ ഇനി പറയാൻ പോകുന്നത് നെഗറ്റീവായിട്ടുള്ള വാക്കാണ്. ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, ഈ നാശം പിടിച്ചവൻ, നീ നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകത്തേ ഉള്ളടാ. നിൻ്റെ തല എന്ന് കണ്ടോ അന്ന് തൊട്ടേ എനിക്ക് ദുരിതമാണ്. നീ ഒരു കാര്യവും പൂർത്തിയാക്കാൻ പോകുന്നില്ല. നീ ജീവിതത്തിൽ നശിച്ച് പോകത്തേ ഉള്ളടാ എന്ന് ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഇത് കേൾക്കുമ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്കൊരു വയ്യായിക ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ചെറുതായിട്ട് നോവും. നിങ്ങളുടെ ബോധം അനുസരിച്ചിരിക്കും, അത് നിങ്ങൾ എടുക്കുന്ന അനുസരിച്ചിരിക്കും അത്. അപ്പോൾ എന്തോ ആയാലും ഞാൻ ഇത് പറയുന്നു. ഇത് ഞാൻ പറയുമ്പം എൻ്റെ ഉള്ളിൽ ഒരു ഊർജ്ജം ക്രിയേറ്റ് ആകുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ വികാരങ്ങളും എല്ലാം ക്രിയേറ്റ് ആകുന്നുണ്ട്. എങ്ങനെ? ഞാൻ ഇത് വേണമെന്ന് വെച്ചുകൊണ്ട് നിങ്ങളെ ഒരു ശാപവാക്കായിട്ട് ഞാൻ ഇങ്ങനെ നിങ്ങളെ എൻ്റെ ഇതിലൂടെ പറയുക. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ വാക്കുകൾ എൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറെ ഞാൻ എന്തോ ചെയ്തു, അവിടെ ഞാൻ നെഗറ്റീവായിട്ടുള്ള സ്ട്രക്ചർ എൻ്റെ ഉള്ളിലെ കോശങ്ങളിൽ ഞാൻ രൂപീകരിച്ച്. മാത്രമല്ല, ഇത് നിങ്ങൾ കേട്ടു അല്ലേ? നിങ്ങളിത് കേട്ടപ്പോഴത്തേക്ക് എന്ത് പറ്റി? നിങ്ങളുടെ ഉള്ളിലും നെഗറ്റീവായിട്ടുള്ള ഒരു കുറച്ച് സംഭവങ്ങൾ നിങ്ങളുടെ ഉള്ളിലും നിങ്ങളത് അബ്സോർബ് ചെയ്തു. ഇനിയിപ്പം ഈ വ്യക്തി നിങ്ങളത് കേട്ട് നിങ്ങളതങ്ങ് എടുത്ത് 100% നിങ്ങളതങ്ങ് കേട്ട് നിങ്ങൾക്കത് വലിയ രീതിയിൽ ഹേർട്ടായി നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ചിന്ത കൂടുതലും എന്തുമായിരിക്കും? എന്നാലും അവൻ എന്നെ ഇങ്ങനെ ശപിച്ചല്ലോ. നിങ്ങളൊരു സ്ഥലത്ത് ഒരു ബസ് കയറാനായിട്ട് നിൽക്കുക, 2 മിനിറ്റ് ബസ്സൊന്ന് വൈകി. അപ്പോഴത്തേക്കും നിങ്ങളുടെ ചിന്ത എന്തുവാ? മറ്റേ അവൻ പറഞ്ഞിട്ടുണ്ട് നീ പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ, അവൻ നിന്നെ ശപിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ബസ് വരാൻ വൈകിയാലും നിങ്ങളുടെ ചിന്ത ഉടനെ ആ രീതിയിൽ കണക്ട് ചെയ്യും. നീ ഒരു കാര്യവും പൂർത്തിയാക്കത്തില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി കളക്ട് ചെയ്യും. ആ ഊർജം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹം തൊടുത്തു വിട്ട ഒരു ചെറിയ കുറച്ച് വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. നിങ്ങളത് എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ദിവസം അതിങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ, ആ സംഭവം വീണ്ടും ആലോചിക്കുന്നുണ്ടോ, അതനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ
അത് ശക്തിപ്പെടാനായിട്ട് തുടങ്ങും. ആ ഊർജം അവിടെ അത് ശക്തിപ്പെടാനായിട്ട് തുടങ്ങും നിങ്ങളുടെ ഉള്ളിൽ. അത് നിങ്ങൾക്കും നല്ലതല്ല, ഈ പറഞ്ഞ വ്യക്തിക്കും നല്ലതല്ല. മൊത്തത്തിൽ അതൊരു ടോട്ടൽ ഡിസ്ട്രക്ഷനാണ് ഫലം രണ്ടുപേർക്കും. ഇനി ഞാൻ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഉദാഹരണം പറയാം, വാക്കുകളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഉള്ളിലേക്ക് എടുത്തോട്ടോ, ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതായത്, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് മൃദുവായിട്ട് ഞാൻ നിങ്ങളുടെ തലയിലിങ്ങനെ തലോടിക്കൊണ്ട് ഞാൻ പറയുവാണ്, മോനെ നിനക്ക് നല്ലത് വരൂടാ, നിന്നെ ദൈവം അനുഗ്രഹിക്കും, നിനക്ക് സകലവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും സന്തോഷങ്ങളും സമാധാനവും ദൈവം തരും, നീ ചെയ്യുന്നതെല്ലാം സാധിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും എന്ന് ഞാൻ നിങ്ങളെ നോക്കി നിങ്ങൾ തൊട്ട് പറയുക. അപ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് ഒരു നല്ല അനുഭവമാണ് തരുന്നത് അല്ലേ? അവിടെ മൊത്തത്തിൽ ഈ വാക്കുകൾ ഒരു വ്യക്തി പറയുകയാണെങ്കിൽ അത് അവരുടെ രണ്ടുപേരുടെയും ഉള്ളിൽ, ഈ പറയുന്ന വ്യക്തിക്കും അത് നല്ലതാണ്, കേൾക്കുന്ന വ്യക്തികൾക്കും അത് നല്ലതാണ്. ഈ പറയുന്ന വ്യക്തിയുടെ ഉള്ളിലും പോസിറ്റീവായിട്ടുള്ള ഊർജ്ജമാണ് പ്രവഹിക്കുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മോളിക്യുലർ സ്ട്രക്ചറാണ് അത് ഉണ്ടാക്കുന്നത്. കേൾക്കുന്ന വ്യക്തിക്കും അത് നല്ലത് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഒരു വ്യക്തി അത് കേൾക്കുന്നതെങ്കിൽ അത് അയാൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കും. ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള വാക്കുകൾ ഒരു വ്യക്തി കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അയാളത് മറക്കത്തില്ല എന്നുള്ളതിൻ്റെ കൂടെ ഒരു പ്രാധാന്യം അവിടെ ഉണ്ട്. അപ്പം ഇത് രണ്ടുപേർക്കും നല്ലതാണ്. അപ്പോൾ ഇവിടെ ഊർജം പോസിറ്റീവായിട്ടാണ് നടക്കുന്നത്, അല്ലെ ഇവിടെ ഊർജം വർക്ക് ചെയ്യുന്നത് പോസിറ്റീവായിട്ടാണ്. രണ്ടുപേരുടെയും മനസ്സിലത് പോസിറ്റീവാണ്. മറ്റേ ആ വ്യക്തി, ഈ കേട്ട വ്യക്തി, അയാളത് റിപ്പീറ്റായിട്ട് അയാളുടെ മനസ്സിലത് വീണ്ടും വീണ്ടും അത് ചിന്തിക്കുകയും അത് വീണ്ടും വീണ്ടും ആ ഒരു രംഗം വീണ്ടും വീണ്ടും ആ വ്യക്തി പറഞ്ഞത് ആലോചിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാളുടെ മനസ്സിലത് ആഴത്തിൽ പതിയും. പിന്നീട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് ചെറുതായിട്ട് സാധിക്കുമ്പോഴത്തേക്ക് മറ്റേ ഈ ചേട്ടൻ പറഞ്ഞ കാര്യം, ആ ചേട്ടൻ ഇങ്ങനെ നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു, എനിക്ക് നല്ലത് വരും, നല്ലതാവും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യും. അങ്ങനെ അത് ടോട്ടലി അവിടെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ടു പേർക്കും. അപ്പോൾ ഇവിടെ സിനാരിയോ എന്ന് പറയുന്നത് നല്ലതാണ്, പോസിറ്റീവാണ്. നിങ്ങൾക്കും നല്ലത്, മറ്റേ വ്യക്തിക്കും നല്ലത്, പ്രകൃതിക്കും നല്ലതാണ്. അപ്പോൾ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പറയുന്നതായിട്ടുള്ളതും നമ്മൾ കേൾക്കുന്നതായിട്ടുള്ളതും വാക്കുകൾ നമ്മളിലുള്ളിൽ ക്രിയേറ്റ് ചെയ്യും. പിന്നീട് ഒരു സ്റ്റേജ് വരും, അതായത് ആ സമയം നമ്മുടെ നാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നന്മകൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് വരത്തുള്ളൂ, നല്ല നല്ല വാക്കുകൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് വരത്തുള്ളൂ. അത് കണക്ക് തന്നെ നമ്മുടെ കണ്ണുകൾ നല്ല കാര്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ, നമ്മളുടെ ചെവി നല്ല കാര്യങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ. അത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഗുണമാണ്, അല്ലെങ്കിൽ സ്റ്റേജാണ്, ഒരവസ്ഥ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് എങ്ങനെയാണ് എത്തിപ്പെടാൻ ആയിട്ട് സാധിക്കുക എന്ന കാര്യം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് വരണം. എപ്പോഴും നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതല്ല, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്നതല്ല. നമുക്ക് സ്വാഭാവികമായിട്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുക സ്വാഭാവികമായിട്ട് സംഭവിക്കണം. അതിനാണ് ഗുണം, മനസ്സിലായില്ലേ? അപ്പോൾ ആ സംഭവം ഞാൻ മുന്നോട്ട് വരുമ്പോൾ പറയാം. നിങ്ങൾ അതാണ് പിടിക്കേണ്ടത്. ഇനി ഞാൻ കുറച്ചും കൂടി ആഴത്തിൽ പറയാനായിട്ട് പോവാണ്. ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കഥ രൂപത്തിൽ പറയാം. അതായത്, എറണാകുളത്ത് ഒരു ചേട്ടൻ വിവാഹിതനാകുന്നു. അദ്ദേഹത്തിന് ഒരു ഗവൺമെൻറ് ജോലിയുണ്ട്. അദ്ദേഹം വിവാഹിതനായി. അദ്ദേഹത്തിന് 2 കുട്ടികൾ ജനിക്കുന്നു. മൂത്തത് മകൻ്റെ പേര് രാജീവ്. രണ്ടാമത്തേത് മകളാണ്, മകളുടെ പേര് രേവതി. അങ്ങനെ ഒരു നല്ല സന്തോഷ കുടുംബം, അവർ മുന്നോട്ട് പോകുന്നു. അപ്പം ഈ രേവതി എന്ന് പറഞ്ഞ മകള്
കുഞ്ഞുനാളിൽ തന്നെ നല്ലപോലെ പാട്ട് പാടും, എഴുതും, പഠിപ്പിക്കുകയൊക്കെ ചെയ്യും, പടം വരയ്ക്കും. അങ്ങനെ 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 ഒരുപാട് നല്ല നല്ല സ്കിൽസ് ഉള്ള പെൺകുട്ടിയാണ്. അങ്ങനെ ഈ മകൾ ഇങ്ങനെ വളർന്നു വരുന്നു. 8ാം ക്ലാസ് പാസ്സായി, 9ാം ക്ലാസ് പാസ്സായി, 10ാം ക്ലാസ് ആയി. 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് തന്നെ ഈ മകൾ ഈ നല്ല രീതിയിൽ കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുത്തു കൊടുക്കും ഈ രേവതി എന്ന് പറഞ്ഞ കുട്ടി. അപ്പം തന്നെ കാട്ടി ഇളയ കുട്ടികൾക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും, മുതിർന്ന കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. നല്ല അതിഭയങ്കരമായിട്ടുള്ള സ്കില്ലുണ്ട് പഠിപ്പിക്കുന്നതിനകത്ത്. ഒരു കാര്യം വേറൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നതിനകത്ത് ഈ പെൺകുട്ടിക്ക് അതിഭയങ്കരമായിട്ടുള്ളൊരു സ്കില്ലുണ്ട്. അങ്ങനത്തെ കുട്ടിയാണ്. അങ്ങനെ ഈ കുട്ടി വളർന്നു വന്നു. 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് തന്നെ ട്യൂഷൻ എടുക്കും, വീട്ടിൽ കുട്ടികൾ പഠിക്കാനായിട്ട് വരും, പിന്നെ വീടുകളിൽ പോയി പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഈ കുട്ടി അവരുടെ നാട്ടിൽ രേവതി ടീച്ചർ എന്നാണ് അറിയപ്പെടുന്നത്, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഈ കുട്ടി വളർന്നു വന്നു. പിന്നെ ഈ ടീച്ചർ ഡിഗ്രി പാസ്സായി. അങ്ങനെ PSC കോച്ചിങ്ങിന് വന്ന് ഗവൺമെൻറ് ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്നു. അങ്ങനെ ടെസ്റ്റുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ട്. അങ്ങനെ രേവതിക്ക് 25 വയസ്സായി. രേവതിക്ക് 25 വയസ്സ് വരെയും ഒരു കുഴപ്പമില്ല, സന്തോഷമായും സമാധാനമായും ഭയങ്കരമായിട്ട് ജീവിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് രേവതിയുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് വരുന്നത്. രേവതിയെ വിവാഹം കഴിപ്പിച്ച് വിടാനായിട്ട് അവരുടെ വീട്ടുകാർ തീരുമാനിച്ചു. അവരുടെ അച്ഛനും അമ്മയും ആങ്ങളെയും ബന്ധുക്കാരും എല്ലാം കൂടെ രേവതിയെ വിവാഹം കഴിപ്പിച്ച് വിടാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ രേവതി പറയുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കിപ്പം വിവാഹം വേണ്ട, എനിക്ക് നല്ല ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം മതി, എനിക്ക് ഇനിയും പഠിക്കണം, എനിക്ക് നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം മതി എന്ന് രേവതി പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവരുടെ വീട്ടുകാർ പറഞ്ഞ്, അതെന്താ, നിനക്ക് ഇനിയും പഠിക്കാമല്ലോ, അല്ലെങ്കിൽ നിനക്ക് ഇനിയും ടെസ്റ്റുകളൊക്കെ എഴുതാം, നിനക്ക് ജോലിക്ക് പോകാമല്ലോ, വിവാഹത്തിന് ശേഷവും നിനക്ക് ജോലിയൊക്കെ ചെയ്യാമല്ലോ, ജോലിക്ക് പോകാമല്ലോ, എന്താ അതൊന്നൊരു തടസ്സമല്ല വിവാഹം എന്ന് വീട്ടുകാരും ബന്ധുക്കാരും എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നപ്പം ഒരു ബന്ധം വന്നു കേട്ടോ. അങ്ങനെ ഈ ബന്ധം വന്നതെന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ളൊരു ബന്ധമല്ല ഈ രേവതി ടീച്ചറിന് വന്നത്. ഈ പെൺകുട്ടിക്ക് വന്നത് ഒരു നല്ല രീതിയിലുള്ളൊരു ബന്ധമല്ല വന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കില്ലായിരുന്നു. ആർക്കാ? ഈ കുടുംബത്തിലുള്ള ഈ അച്ഛനും അമ്മയും ഇവരുടെ മാമന്മാർക്കും ഈ ആങ്ങളയ്ക്കും അവർക്കാർക്കും ഒന്നും ഇത് മനസ്സിലാക്കാനുള്ള കഴിവ്, അത്രയും ബോധം ഇവർക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നല്ല ബന്ധമല്ലെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇവർ പയ്യനെ പറ്റി നോക്കിയപ്പം പയ്യന് കുറേ സ്വത്തുക്കളൊക്കെ ഉണ്ട്, ഏക്കറുകളൊക്കെ ഭൂമിയൊക്കെ ഉണ്ട്. പിന്നെ പയ്യന് ജോലി ആയിട്ടില്ല, ജോലി റെഡി ആകുമെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പയ്യന് ജോലി ആയിട്ടില്ല, പയ്യന് ജോലി ഉടനെ ആവും, അദ്ദേഹത്തിന് റാങ്ക് ലിസ്റ്റിലുണ്ട്, അപ്പോൾ ജോലി ഉടനെ ആവും, അതുകൊണ്ട് കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് വിവാഹം ആലോചന വന്നത്. പെട്ടെന്ന് തന്നെ നടത്തണമെന്നുള്ള രീതിയിലാണ് വന്നത്. ഇവർ പരസ്പരം ബന്ധുക്കാരായതുകൊണ്ട് ഇവർ വേറെ കൂടുതൽ ആലോചിക്കുകയോ പറയുകയും ചെയ്തൊന്നുമില്ല. അങ്ങനെ ഈ രേവതിയുടെ ബന്ധുക്കാരുടെ ഭാഗത്താണ് തെറ്റി. ഇവർ ഒരു കാര്യവും തിരക്കുകയും ചെയ്യാതെ അവർ പെട്ടെന്ന് പോയി അങ്ങ് പെട്ടെന്ന് കല്യാണം തീരുമാനിച്ചു. ഇവരുടെ വീട്ടിൽ, ഈ പയ്യൻ്റെ വീട്ടിലൊരു തലയ്ക്ക് സുഖമില്ലാത്ത മെൻ്റലായിട്ടുള്ളൊരു പേഷ്യൻ്റ് എങ്ങാണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രേവതി അത് നോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, രേവതിയുടെ ആങ്ങളുടെ അടുത്ത് അത് പറഞ്ഞായിരുന്നു, ഇതാണൊക്കെ അവരുടെ വീട്ടിൽ ഇങ്ങനെ മെൻ്റലായിട്ടുള്ളതൊക്കെ ഉള്ളത്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് അവരുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം വേണോ, അല്ലെങ്കിലും എനിക്ക് കല്യാണം ഇപ്പോൾ വേണ്ട, ജോലി ഇട്ടിട്ട് മതി എന്നൊക്കെ രേവതി പറഞ്ഞത്. പക്ഷെ അതൊന്നും ഇവർ കേട്ടില്ല. അപ്പം ഈ രേവതിയുടെ ആങ്ങളെ ഉണ്ടല്ലോ, രാജീവ് എന്ന് പറഞ്ഞത്, അപ്പം അദ്ദേഹം വളർന്നു വന്നപ്പോഴത്തേക്ക് ഒരു പാർട്ടി പ്രവർത്തകനൊക്കെയാണ്, സാമൂഹിക പ്രവർത്തകനൊക്കെയാണ്, നല്ല നല്ല വ്യക്തി, നല്ല മനുഷ്യൻ ആണ്. അപ്പോൾ അദ്ദേഹം ഉടനെ പറയുക, ഇതിപ്പം അവരുടെ വീട്ടിൽ മെൻ്റലായിട്ടുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പം അദ്ദേഹം ഉടനെ പറയുക, അതിപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളത് സഹിക്കണ്ടേ, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ സഹിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നല്ല ആളുകൾക്കല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞു. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ അങ്ങനെ അപ്പോഴേ ക്യാൻസൽ ചെയ്തതിന്. പക്ഷേ ഇവിടെ ഇവർ ഇതൊന്നും നോട്ട് ചെയ്തൊന്നുമില്ല. ഇവർ എന്തുമായാലും പെട്ടെന്ന് അങ്ങനെ വിവാഹം നടത്തി.
അങ്ങനെ വിവാഹം നടത്തി എൻ്റെ പൊന്നിടാ പോയി വിവാഹ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് സീരിയലിലൊക്കെ കാണുന്ന അതേ അവസ്ഥ. ഈ പെൺകുട്ടിയെ അങ്ങോട്ട് വിവാഹം കഴിച്ചയച്ച് അവിടെ ചെന്നതിന് ശേഷം ഈ പെൺകുട്ടിയെ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഈ രേവതി ടീച്ചർ അവിടെ ചെന്നതിന് ശേഷം സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അവരുടെ വീട് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏക്കർ കണക്കുള്ളൊരു ഭൂമിയാണ്. അവിടെയുള്ള സകല ജോലിയും ചെയ്യണം. അത് പോട്ടെന്ന് വെക്കാം. ഇവരുടെ വീട്ടിലേക്ക് വിടത്തില്ല, ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് വിടത്തില്ല. മാത്രമല്ല അവരുടെ വീട്ടിൽ, ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യവുമില്ല. അവിടെ വെറും ഒരു പട്ടിയുടെ വില എന്നൊക്കെ പറയുന്ന കണക്ക്, അല്ലെങ്കിൽ അവിടെയുള്ള അടിമപ്പണിയെല്ലാം ചെയ്യുക. ഇദ്ദേഹം ശരിയല്ല ഒന്ന്, പിന്നെ ഇദ്ദേഹത്തിന് ഒരു ചേട്ടനും ചേട്ടത്തിയുണ്ട്, അവർ രണ്ടുപേരും ശരിയല്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഭർത്താവിൻ്റെ അച്ഛൻ, അമ്മായിയപ്പൻ, അദ്ദേഹം തീരെ ശരിയല്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഈ ചേച്ചി അങ്ങോട്ടും ഇട്ടങ്ങ് അടിക്കുക. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേവതി ടീച്ചറുടെ ജീവിതം ആകെ മൊത്തത്തിലങ്ങ് മാറി. അതുവരെ സന്തോഷവും സമാധാനമായിട്ട് പോയിക്കൊണ്ടിരുന്ന ടീച്ചറാണ്. പക്ഷെ ഒരു വിവാഹം കഴിച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് പിന്നീട് അങ്ങോട്ട് മൊത്തം നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൻ്റെ കളിയാണ്, അയ്യേറ് കളിയാണ്. ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ഈ ക്ലാപ്പൻ, ഈ ചേട്ടത്തിയും അവരുടെ അച്ഛനും അമ്മയും പറയുന്നതല്ലാതെ വേറെ സ്വന്തമായിട്ടൊരു ഇതും തീരുമാനം എടുക്കാനൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. ഇതിൻ്റെ ഇടയിൽ പിന്നീട് ഈ പറഞ്ഞ കണക്ക് ജോലിയൊന്നും റെഡിയായില്ല. ഗവൺമെൻറ് ജോലി കിട്ടാമെന്നും പറഞ്ഞാണ് വിവാഹം കഴിച്ചത്. പക്ഷേ ഗവൺമെൻറ് ജോലിയൊന്നും ഈ ഭർത്താവിന് കിട്ടിയില്ല. പിന്നീട് ഈ ചേച്ചിയെ പഠിക്കാൻ വിട്ടതുമില്ല. ഈ രേവതി എന്ന് പറഞ്ഞ കുട്ടിയെ പഠിക്കാനായിട്ട് വിട്ടതുമില്ല. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വല്ലാത്തൊരു ഇതിലായിപ്പോയി രേവതി ടീച്ചറിൻ്റെ അവസ്ഥ, പെട്ടുപോയി. ഓരോ ദിവസം കഴിയുന്തോറും ഈ ഭർത്താവിൻ്റെ ദിനചര്യകൾ വളരെ ക്രൂരമായിക്കൊണ്ടിരിക്കുക. അദ്ദേഹം പതുക്കമായി മദ്യപാനമൊക്കെ തുടങ്ങി ഭയങ്കര വിഷയമായി. ഈ കാര്യങ്ങളൊന്നും ഈ രേവതി ടീച്ചർ വീട്ടിൽ വന്നങ്ങനെ അവതരിപ്പിക്കത്തൊന്നുമില്ല. ഈ കാര്യങ്ങളൊന്നും രേവതി ടീച്ചർ വീട്ടിൽ വന്ന് അവതരിപ്പിക്കത്തൊന്നുമില്ല. ഈ പകുതി കാര്യങ്ങൾ മനസ്സിലങ്ങ് വച്ചേക്കും. കൂടുതലും കാര്യങ്ങൾ ഈ ടീച്ചറുടെ മനസ്സിൽ തന്നെ അങ്ങ് ഇത് വെച്ചേക്കും. വീട്ടിൽ വന്ന് പറയുക, അതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുകയൊന്നും ചെയ്യത്തില്ല. വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയി ഇവരുടെ ജീവിതം. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കുട്ടി ജനിച്ചു, ഒരു മകൻ, രേവതി ടീച്ചറിനൊരു മകൻ ജനിച്ചു. അങ്ങനെ മുന്നോട്ട് പോവാം. അങ്ങനെ ഓരോരോ ദിവസം കഴിയുമ്പോൾ ഓരോരോ പ്രശ്നം ഇങ്ങനെ ഈ ടീച്ചറുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ ടീച്ചറിന് തോന്നി, ഇനി ഈ ഇദ്ദേഹമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല, ഡൈവോഴ്സ് നേടുന്നത് തന്നെയാണ് ഉചിതം, ജീവനും കൊണ്ട് പോകുന്നതാണ് ഉചിതം എന്ന് തീരുമാനിച്ച് ഡൈവോഴ്സ് കേസ് പറഞ്ഞ് ഏറ്റവും അവസാനം ഡൈവോഴ്സായി. ഇതിൻ്റെ ഇടയിൽ ഇവർ വിവാഹം കഴിച്ച് ഏൽപ്പിച്ചപ്പോൾ കുറേ സ്വർണ്ണമൊക്കെ കൊടുത്തായിരുന്നു. ഈ സ്വർണ്ണമെല്ലാം ഈ ഭർത്താവിൻ്റെ ചേട്ടത്തിയും ഈ ഭർത്താവും കൂടെ കണ്ടൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി, തന്ത്രപരമായി അടിച്ചു മാറ്റി. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഈ അമ്മായിയപ്പൻ്റെ കാര്യങ്ങൾ വേറെ. അപ്പോൾ ഇവരിൽ നിന്നെല്ലാം നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ, ഇമോഷൻസ് ഈ ചേച്ചി, ഈ രേവതി ടീച്ചറിൻ്റെ ഉള്ളിലുണ്ട്. ഈ ചേച്ചിയാണെങ്കിൽ ഈ ടീച്ചറാണെങ്കിൽ ഇതൊന്നും തുറന്ന് പറയുന്നുമില്ല, വെളിയിൽ ആരോടും പറയത്തില്ല. ഇവരുടെ മനസ്സിൽ തന്നെ ഇതെല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കുക. പിന്നെ ഇപ്പം രേവതി ടീച്ചറിനുള്ള ഏക ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ തനിക്കൊരു നല്ലൊരു കുട്ടിയുണ്ട്. ഈ കുട്ടിയെ, ഈ മകനെ നല്ല രീതിയിൽ വളർത്തി നല്ലതായിട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഈ ടീച്ചർ ചിന്തിക്കുന്നത്. അല്ല, അതിനുവേണ്ടിയാണ് ആ ടീച്ചർ പിന്നീട് അങ്ങോട്ട് ജീവിക്കുന്നത്. മറ്റേ അവരുടെ കാര്യമൊക്കെ അങ്ങ് കളഞ്ഞ്. ഡൈവോഴ്സ് ആയ സമയത്ത് ഇവർക്ക് സ്ത്രീധനം കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കുമല്ലോ, അങ്ങനെയുള്ള ഒരു സംഗതി പോലും ഇത് ചെയ്തില്ല. അങ്ങനെ പോലെയുള്ള ഒരു ഇതും കിട്ടിയില്ല. ഇവർ വേണ്ടെന്നും പറഞ്ഞു. പിന്നീട് ഇദ്ദേഹം അങ്ങ് മരണപ്പെട്ടു പോയി, ഭർത്താവ് അങ്ങ് മരണപ്പെട്ടു പോയി. അപ്പം ഈ ഭർത്താവിന് കുറേ വസ്തുവകകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ മകന് കിട്ടേണ്ടതാണ്, ഈ രേവതി ടീച്ചറിൻ്റെ മകന് കിട്ടേണ്ട വസ്തുവകകളാണ്. അതും ഈ ചേട്ടത്തിയമ്മ അങ്ങ് അവരുടെ മക്കളുടെ പേരിലേക്കൊക്കെ അങ്ങ് ആക്കിയായിരുന്നു. അങ്ങനെ മരിച്ചുപോയി. പിന്നീട് അങ്ങോട്ടൊന്നും പോകാൻ വഴിയൊന്നുമില്ല. പിന്നീട് ഈ ചേട്ടത്തിയമ്മ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂരമായിട്ടുള്ള ക്യാരക്ടറാണ്. ഇവരാണെങ്കിൽ ബ്ലാക്ക് മാജിക്കൊക്കെ
അറിയാവുന്ന കൂടോത്രമൊക്കെ അറിയാവുന്നതാണ്. അപ്പം ഇവർ തമ്മിൽ തെറ്റിപ്പോകാൻ വേണ്ടി ഒരുപാട് കൂടോത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ രേവതി ടീച്ചറിന് ഒരുപാട് സാധനങ്ങൾ, കൈവിഷം അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കൈവശവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് രേവതി ടീച്ചർ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ ഓരോ പരിഹാരം നേടാൻ വേണ്ടി ഓരോ ജ്യോത്സ്യന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള അറിയാവുന്നവരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർ കറക്റ്റായിട്ട് പറയും, ഇതാണ് നിങ്ങൾക്കൊരു ചേട്ടത്തിയുണ്ട്, അവർ പ്രശ്നമാണ്, അവരാണ് നിങ്ങളുടെ സ്വർണ്ണം എല്ലാം അടിച്ചു മാറ്റിയത്, അവരാണ് നിങ്ങൾക്ക് വറുത്ത മീനിൽ ഇങ്ങനെ ഓരോന്നൊക്കെ തന്നിട്ടുണ്ട്, ഭക്ഷണങ്ങളിലൊക്കെ കലക്കിയൊക്കെ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെയൊക്കെ ഈ ടീച്ചറിന് അത് ഒക്കെ അറിയാം. അപ്പോൾ ഇവിടെ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ രേവതി ടീച്ചറിൻ്റെ ഉള്ളിൽ ഇപ്പം 25 വയസ്സ് വരെ സന്തോഷവും സമാധാനമായിട്ട് പോയി നല്ലതായിട്ട് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പുള്ളിയുടെ ഉള്ളിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ 25 വയസ്സിന് ശേഷം, വിവാഹം കഴിച്ചതിന് ശേഷം ഇവർ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇവരുടെ ഉള്ളിൽ മൊത്തം നെഗറ്റീവായിട്ടുള്ള ഭയങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളെല്ലാമാണ് ഈ ടീച്ചറിൻ്റെ ഉള്ളിലുള്ളത്. ഇതും കൊണ്ടാണ് ഈ ടീച്ചർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ രേവതി ടീച്ചറിന് ഒരുപാട് ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവർക്ക് രാത്രി ദുർസ്വപ്നം കണ്ടെഴുന്നേൽക്കുക, അങ്ങനെ പല പല ഗുണങ്ങൾ. അതായത് ഇവർ വേറെ ആളുകളായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി വഴക്കിട്ട് പോകണം എന്നുള്ള രീതിയിലൊക്കെ ഓരോന്നൊക്കെ ഈ ചേച്ചിക്ക് വേണ്ടി ചെയ്ത് തൂത്ത് വെച്ച് പ്രാവിട്ടിരിക്കുക. ഇവരുടെ ചേട്ടത്തി തൂത്ത് വെച്ച് പ്രാവിട്ടിരിക്കുക. അപ്പോൾ ആ പ്രാവിയ ഊർജ്ജമൊക്കെ എവിടെ നിൽക്കുക? ഈ രേവതി ടീച്ചറിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ് ആ ഊർജ്ജമെല്ലാം. ഈ ബ്ലാക്ക് മാജിക് ഈ സംഭവം കഴിച്ചത് അത് ഇതെല്ലാം, ഇവർ ചെയ്ത ആവിചാരം അത് ഇതെല്ലാം എവിടെ നിൽക്കുകയാണ്? ഈ രേവതി ടീച്ചറിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ടീച്ചറിനൊരു മൊത്തത്തിലൊരു ഇതില്ല, പെട്ടെന്ന് വയലൻ്റ് ആകും. ചില സമയത്ത് ചെറിയ കാര്യങ്ങളിൽ വയലൻ്റ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടീച്ചർ തനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞില്ലേ, തനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു, എന്നിട്ടും വിവാഹം കഴിപ്പിച്ച് വിട്ടത് ഇവരുടെ വീട്ടുകാരെല്ലാവരും കൂടെ, അച്ഛനും അമ്മയും എല്ലാവരും കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ദേഷ്യം ഈ അച്ഛനും അമ്മയോടും ഉണ്ട്. ഈ ചെറിയ ദേഷ്യം ഇവർക്ക് ഈ ബ്ലാക്ക് മാജിക് കിടക്കുന്നത് കൊണ്ട് അത് സൂം ചെയ്ത് വലുതായിട്ട് എഫക്റ്റ് ചെയ്യും. ആ സമയത്ത് ബോധപൂർവം ഇവർക്ക് തീരുമാനം എടുക്കാനും പ്രവർത്തിക്കാനും പറ്റത്തില്ല. ചില സമയത്ത് ഭയങ്കരമായിട്ട് റൈസാവും. ഇവരുടെ ഉള്ളിൽ ഈ ബ്ലാക്ക് മാജിക് കിടപ്പുണ്ടതുകൊണ്ടാണ്, നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ കൂടുതലും നിൽക്കുന്നത് കൊണ്ട് ചെറിയ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ രേവതി ടീച്ചറിനുണ്ട്. അങ്ങനെ ഈ രേവതി ടീച്ചറിന് ഈ ഭാഗവതമൊക്കെ വായിക്കാനൊക്കെ പോകും. അമ്പലത്തിലൊക്കെ ഭാഗവതമൊക്കെ വായനയുള്ളപ്പോൾ വായനയ്ക്കൊക്കെ പോകും. ഈ രേവതി ടീച്ചറും ഭാഗവതമൊക്കെ വായിക്കും. അതുപോലെ തന്നെ ടീച്ചറുടെ ആങ്ങള രാജീവ് എന്ന് പറഞ്ഞ് പുള്ളിയും വായനയൊക്കെ ചെയ്യും. അപ്പം ഇത് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അങ്ങനെ ഈ ടീച്ചറും അദ്ദേഹത്തിൻ്റെ ആങ്ങള, ഇവർ രണ്ടുപേരും സ്ഥിരം അമ്പലത്തിൽ വായിക്കാനൊക്കെ പോവും. അമ്പലത്തിൽ വായിക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടെ ഈ നാമജപം ആണ് പരിപാടി. അപ്പോൾ ഇവർ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും നാമം ചൊല്ലണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും നാമം ചൊല്ലണം. ഈ രാജീവണ്ണനും നാമം ചൊല്ലും, ഈ ടീച്ചറും നാമം ചൊല്ലും. ഇവർ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള എങ്ങനെയാണ്, നിങ്ങൾ നാമം ചൊല്ലുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സകലവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവുന്നില്ലേ. പക്ഷേ ഇവർക്ക് ഒരു പുരോഗതി ഉണ്ടാവുന്നില്ല. നിങ്ങൾ പറയുന്ന സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം കിട്ടുമെന്നല്ലേ പറയുന്നത്. ഈ ഭാഗവതമൊക്കെ വായിക്കുവാണെങ്കിൽ ആചാര്യന്മാരൊക്കെ പറയും നിങ്ങൾക്ക്. പക്ഷേ ഇവർ കണ്ട് അത് അരച്ച് കലക്കി കുടിച്ചിട്ടിരിക്കുക. ഇവർ രാവിലെ തൊട്ട് ഇതുവരെ വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇവർക്ക് ഒരു സ്വ അനുഭവമൊന്നുമില്ല. ഇവർക്ക് ഒരു അനുഭവം ഇല്ലെന്ന് മാത്രമല്ല, ഇവർക്ക് ഈ മേളിൽ പറഞ്ഞിട്ടുള്ള അല്ലാത്തതായിട്ടുള്ള ഗുണങ്ങളും ഒന്നും കാണുന്നില്ല, അഭിവൃദ്ധി ഒന്നും കാണുന്നില്ല. ഇവർ വൈകുന്നേരം വായിച്ച് കഴിയുമ്പോഴത്തേക്ക് പൈസ കിട്ടും, ആ ഒരു രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ വായനയൊക്കെ ഭയങ്കര ഗംഭീരമാണ്, നല്ലതായിട്ട് സൂപ്പറായിട്ട് ചെയ്യും. പക്ഷേ ഇവർക്ക് നമ്മുടെ ഞാൻ പറയാൻ വന്ന മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇവർക്ക് സ്വന്തമായിട്ട് ഒരു അനുഭവം ഇതിൽ നിന്നുണ്ടാവുന്നില്ല. അവർക്ക് അവരുടെ ഉള്ളിലുള്ള ദൈവികതകൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവർ സാധനയാണല്ലോ ഇത് ചെയ്യുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും വായിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനയാണ്.
അപ്പോൾ അത്രയും ഡീപ്പായിട്ടുള്ള ഇത് ഇവർ ചെയ്യുന്നു, ഇവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള 1 മണിക്കൂർ 2 മണിക്കൂർ മാത്രം ചെയ്യുന്ന ആളുകളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 6 മണി വരെ ചെയ്യുന്നില്ല, 5 മണി വരെ ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് 2 പേർക്കും അനുഭവിക്കാൻ പറ്റുന്നില്ല. 2 പേരും ഈ ആങ്ങളെ പെങ്ങളും നല്ല സ്വഭാവമൊക്കെയാണ്, പക്ഷെ അവർക്ക് ഈ അവരുടെ ഉള്ളിലുള്ള ദൈവികതകൾ അനുഭവിക്കാനും മനസ്സിലാക്കാനും അറിയാനും സാധിക്കുന്നില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോവാണ്. അങ്ങനെയാണ് ഈ 2 ഭക്തരുടെ കഥ. ഇവർ ദിവസവും നിങ്ങൾ മേളിൽ ഞാൻ പറഞ്ഞ കണക്ക് ഇവർ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്, വഴിപാട് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഇവരുടെ ഉള്ളിലുള്ള ദൈവികതകൾ അനുഭവിക്കാനും പറ്റുന്നില്ല. ഇവർക്കൊരു പുരോഗതിയും ഇല്ല. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു, ഈ രേവതി ടീച്ചറിന് ഒരു മകൻ ജനിച്ചെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ മകൻ വളർന്നു വന്നു. ഈ മകൻ വളർന്നു വന്നപ്പോഴത്തേക്ക് ഈ മകന് സകലവിധ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു. ഈ മകന് അപ്പൂപ്പനുണ്ടായിരുന്നു, അമ്മൂമ്മയുണ്ടായിരുന്നു, മാമനുണ്ടായിരുന്നു, പിന്നെ വേറെ മൊത്തത്തിൽ അവരുടെ നല്ല നല്ല കൂട്ടുകാർ, നല്ല സാഹചര്യത്തിലാണ് വളർന്നത്. മൊത്തത്തിൽ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കാനും ഇതിനൊക്കെ ആളുണ്ടായിരുന്നു. ഒരു കുറവുമില്ലായിരുന്നു ഈ മകന്. ഈ മകൻ്റെ പേര്, രേവതി ടീച്ചറിൻ്റെ മകൻ്റെ പേര് രാഹുൽ എന്നാണ്. അപ്പോൾ രാഹുൽ വളർന്നു വന്നു. അപ്പോൾ രാഹുൽ വളർന്നു വന്നു ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ കുട്ടിയായിരുന്നപ്പോഴേ. അപ്പോൾ ഈ രാഹുൽ അവിടെ പോയി നിന്ന് കളിക്കുമായിരുന്നു. കുഞ്ഞുനാളിൽ നല്ലപോലെ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവിടെ പോയി സ്ഥിരം കളിക്കുന്നത് കൊണ്ട് തന്നെ രാഹുൽ ആ ക്രിക്കറ്റ് കളിയായാലും അവിടെയുള്ള ഏത് കളിയായാലും എല്ലാത്തിലും നല്ല രീതിയിൽ കളിക്കുന്നതുകൊണ്ട് അവിടെ എല്ലാം എല്ലാവർക്കും അറിയാം രാഹുലിനെ. മാങ്ങ എറിയാനായാലും തെങ്ങ് കയറാനായാലും പ്ലാവിൽ കയറാനായാലും അങ്ങനെയുള്ള സകലവിധ ഇതെല്ലാം സ്കിൽസെല്ലാം അൺലിമിറ്റഡാണ്. ഈ അമ്മയെ പോലെ തന്നെ സ്കിൽസെല്ലാം സൂപ്പറാണ് രാഹുലിന്. രാഹുൽ മുന്നോട്ട് വന്നു. രാഹുൽ മുന്നോട്ട് വന്ന് 10ാം ക്ലാസ് പാസ്സായി, +2 പാസ്സായി. +2 പാസ്സായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ രാഹുൽ ചെറുപ്പത്തിൽ തന്നെ പാർട്ട് ടൈമായിട്ട് ജോലിക്കൊക്കെ പോകുമായിരുന്നു കേട്ടോ. രാഹുൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ തന്നെ ഈ രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തി ഈ പത്രം ഇടാനൊക്കെ പോകും. പെട്രോൾ പമ്പിലൊക്കെ വെക്കേഷൻ സമയത്ത് പെട്രോൾ പമ്പിലൊക്കെ പോയി നിന്ന് ഒക്കെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒക്കെ ഉള്ള പയ്യനാണ്, നല്ല കുട്ടിയാണ്. ഞാൻ തന്നെ പറയാനായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ കുട്ടി വളർന്നുകൊണ്ട് +2 ആയി. ആ സമയത്ത് ഈ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിനെയാണ്, യേശു ക്രിസ്തുവിനെയാണ്. ഈ ആർക്കിഷ്ടം? ഈ രാഹുലിനും ഇഷ്ടം യേശു ക്രിസ്തുവിനെയാണ്. അപ്പം ഈ രാഹുൽ +2 പഠിക്കുന്ന സമയത്ത് തന്നെ സ്വന്തമായി ബൈബിളൊക്കെ വാങ്ങിച്ചിട്ട്, ഈ ബൈബിളിനകത്താണല്ലോ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, അതുകൊണ്ട് ഇദ്ദേഹം ബൈബിളൊക്കെ വാങ്ങിച്ച് വായിക്കും എന്നുള്ളത് മാത്രമല്ല, ഇദ്ദേഹം ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ കാര്യങ്ങളും എല്ലാം അദ്ദേഹം അതേപോലെ ചെയ്യുമായിരുന്നു, പ്രാബല്യത്തിൽ വരുത്തുമായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ആശയങ്ങളെല്ലാം അത് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി അതെല്ലാം അനുസരിക്കുമായിരുന്നു ഈ വ്യക്തി. വേറെ 2 പേരുടെ കാര്യം ഞാൻ പറഞ്ഞു. അവർക്ക് അങ്ങനൊന്നുമില്ല. അവർ നാമം ചൊല്ലും ഇത് ചെയ്യും എന്നുള്ളതല്ലാതെ അവർക്ക് ഈ അനുസരണം എന്ന് പറഞ്ഞ സംഭവമൊന്നും അവിടെ ഇല്ല. ഇപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അത് അനുസരിക്കുക, സ്നേഹമാണ് ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ പറയാനത് എളുപ്പമാണ്, അത് പ്രവർത്തിച്ച് കാണിക്കാനും അയച്ച പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഈ രാഹുൽ അങ്ങനല്ലായിരുന്നു. രാഹുൽ പക്ഷേ അതെല്ലാം ഈ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം രാഹുൽ അതേപടി തന്നെ ചെയ്യുമായിരുന്നു. രാഹുൽ എല്ലാ ദിവസവും വന്ന് ബൈബിൾ വായിക്കും. രാവിലെ കിടക്കുന്നതിന് മുമ്പ്, രാവിലെ എഴുന്നേൽക്കുമ്പോഴും എല്ലാം, രാത്രി കിടക്കുന്നതിന് മുമ്പ്, രാവിലെ എഴുന്നേൽക്കുമ്പോഴും എല്ലാം രാഹുൽ ബൈബിളൊക്കെ വായിക്കും. അങ്ങനെയാണ് രാഹുൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രാഹുൽ ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആയിട്ടുള്ള പല പല ഗുണങ്ങൾ രാഹുലിനുണ്ട്. കാര്യം ഇദ്ദേഹം ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു ആർക്കിടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു നല്ല ക്രിക്കറ്റ് കളിക്കാരനാവാനായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റോൾ മോഡൽ എന്ന് പറയുന്നത് ചിലപ്പം സച്ചിൻ ടെണ്ടുൽക്കറും വീരേന്ദ്ര സേവാഗും വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയൊക്കെ ആയിരിക്കും. എന്ന് പറയുന്ന കണക്ക്
നിങ്ങൾ പ്രസംഗിക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ APJ അബ്ദുൽ കലാമും വേറെ നല്ല നല്ല സ്പീക്കറുകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഉള്ളത്. നിങ്ങൾ ആ ഒരു ആർക്കിടൈപ്പിനെ അവിടെ ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ അവിടുന്ന് ആ ഒരു സംഭവം ഇങ്ങോട്ട് ആവാഹിച്ച് വെച്ചിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. എന്ന് പറയുന്ന കണക്ക് ഈ മകൻ, ഈ രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ആ രൂപമാണ് ഈ മോൻ ആവാഹിച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്ക് അത് തെറ്റാന്നുള്ള കാര്യം ഈ രാഹുലിനത് അറിയാവുന്നതുകൊണ്ട് രാഹുൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. രാഹുൽ ബൈബിളിൽ കേട്ടിട്ടുണ്ട്, ഇടവും വലവും നിൽക്കുന്ന ആളുകൾ പല തെറ്റുകളും ചെയ്യും. നീ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല, നീ അങ്ങനെ തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല. ഇടവും വലവും നിൽക്കുന്ന വ്യക്തികൾ പല തെറ്റുകളും ചെയ്യും, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. നീ അങ്ങനെ ചെയ്യാതെ നിൽക്കുമ്പോൾ, തെറ്റുകളൊന്നും നീ ചെയ്യാതെ നിൽക്കുമ്പോൾ നീ ഒരുപാട് കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും. എങ്കിലും സഹിച്ച് നീ അത് നിൽക്കണം എന്നുള്ള വചനങ്ങളൊക്കെ ആർക്കറിയാം? ഈ രാഹുലിനറിയാം. രാഹുൽ അതെല്ലാം പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് രാഹുൽ. അങ്ങനെ 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 മുന്നോട്ട് പോവുക. രാഹുലിന് ജീസസ് ക്രൈസ്റ്റിൻ്റേതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ രാഹുലിനുമുണ്ട്. രാഹുലിനും സ്നേഹവും കരുണയും സമാധാനവും സന്തോഷവും ഒക്കെ രാഹുലിനും അനുഭവിക്കാനായിട്ട് പറ്റും. കാര്യം രാഹുൽ എപ്പോഴും വായിക്കുന്നത്, കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ബൈബിളിലെ വചനങ്ങളും യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ്. ഇദ്ദേഹം അതെല്ലാം പൂർണ്ണമായി അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹം എപ്പോഴും ഭയങ്കര പൂർണ്ണ സന്തോഷവാനാണ്. ഇദ്ദേഹം ഈ ക്രിസ്തീയ ഗാനങ്ങളൊക്കെ ആലപിക്കും. ഈ മകൻ കൊച്ചുനാളിൽ തന്നെ ഈ ക്രിസ്തീയ ഗാനങ്ങളൊക്കെ ആലപിക്കും. വെറുതെ ആലപിക്കുമല്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടി അതെല്ലാം ആലപിക്കും. അപ്പോൾ ഇവിടെ ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വ്യക്തിക്കൊരു രൂപമാറ്റം സംഭവിച്ചു. ഈ രാഹുലിൻ്റെ ഉള്ളിൽ മുഴുവനും വർക്ക് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള കെമിക്കൽസും പോസിറ്റീവായിട്ടുള്ള ന്യൂറോൺസും പോസിറ്റീവായിട്ടുള്ള ഊർജങ്ങളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഈ രാഹുലിൻ്റെ ഉള്ളിൽ. രാഹുലിന് ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ കണക്കുള്ള ഗുണങ്ങൾ ഉള്ളതായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാവധാനം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ദൈവികതകളൊക്കെ അനുഭവിക്കാനായിട്ട് ഈ രാഹുൽ എന്ന് പറഞ്ഞ കുട്ടിക്ക് സാധിക്കാനായിട്ട് തുടങ്ങി. ആ സമയം മേളിൽ ഞാൻ പറഞ്ഞ ഈ രാഹുലിൻ്റെ അമ്മയ്ക്കും മാമനും ഇതൊന്നും അനുഭവിക്കാനോ ഇതൊന്നും സാധിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ഊർജ്ജ മണ്ഡലങ്ങളെല്ലാം നെഗറ്റീവായിട്ട് നിൽക്കുക. അവരതിനെപ്പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ അത് ക്ലിയർ ചെയ്യാനോ ഒന്നും ശ്രമിക്കുന്നില്ല. അവരവിടെ ഈ അഴുക്കുള്ള വെള്ളത്തിൽ തന്നെ വീണ്ടും ഇട്ട് കളിക്കുക. അപ്പോൾ അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ആ സമയം ഈ രാഹുൽ പ്രകാശത്തിൽ തെളിഞ്ഞു നിൽക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ രാഹുൽ എന്ന വ്യക്തി ഈ യേശുക്രിസ്തു എന്ന് പറഞ്ഞ ആർക്കിടൈപ്പിനെയാണ് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രാഹുൽ എന്ന് പറഞ്ഞ മകൻ ദേവിയെയാണ് പൂജിക്കുന്നത് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കിനി ഏതോ ബുദ്ധനെ ആരോ ആയിക്കോട്ടെ, ദേവിയാണെന്ന് വിചാരിച്ചു. ദേവിയാണെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ആ ആർക്കിടൈപ്പിൻ്റെ പവർ കൂടി. ആദ്യം ഈ യേശുക്രിസ്തു എന്ന് പറയുന്ന സാധാരണ മനുഷ്യൻ ആ ഒരു ഇതേ ഉള്ളൂ. ആ സമയം ദേവി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അൺലിമിറ്റഡ് ആയി പവർ. നിങ്ങൾക്കത് മനസ്സിലാക്കി. ഇപ്പോൾ രാത്രി നിങ്ങൾ പേടിയുള്ള വ്യക്തിയാണെന്ന് വിചാരിച്ചു. രാത്രി നിങ്ങൾ നടന്നു വരുക. രാത്രി നിങ്ങൾ നടന്നു വരുന്ന സമയത്ത് നിങ്ങൾ പേടിയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പേടിയുണ്ടാവും. ആ സമയം ഒരു ഭക്തൻ, നിങ്ങളൊരു ഭക്തനാണെന്ന് വിചാരിക്കുക, നിങ്ങൾ ദേവിയാണ് ആരാധിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം ദേവിക്ക് 1000 കൈയാണ്. ദേവി നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങളൊരു ആർക്കിടൈപ്പിനെ ഫോം ചെയ്ത് വെച്ചേക്കുക. ദേവിക്ക് 1000 കൈയാണ്. അപ്പോൾ എങ്ങനെ പോയാലും ദേവി നിങ്ങളെ നിസ്സാരമായിട്ട് രക്ഷിക്കും. ഇതൊന്നും വലിയ ബാധകമല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലാവുന്നുണ്ടോ? യേശുക്രിസ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തീർച്ചയായും നല്ല കഴിവുകൾ ഇതെല്ലാം ഉണ്ട്. എങ്കിലും ദേവിയുടെ അത്രയുള്ളൊരു അമാനുഷികമായിട്ടുള്ള കഴിവില്ല. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ അതേ കണക്ക് ഊർജ്ജം വർക്ക് ചെയ്യും. ഊർജ്ജം ഈ ദേവി ഉപാസിക്കുന്ന ആ ഉപാസകന് അത്രയും എനർജി ടാപ്പ് ചെയ്യാനായിട്ട് പറ്റും, അത്രയും ഊർജ്ജം പ്രവഹിക്കാനായിട്ട് പറ്റും. ഇവിടെ വ്യത്യാസം അതാണ്. അപ്പം ഈ
യേശുദേവനെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ദേവിയെ ആണെന്ന് പൂജിക്കുന്നത് വിചാരിച്ചു. അപ്പോൾ ദേവിയെ പൂജിച്ച് ഇങ്ങനെ വന്നു, പൂജിച്ച് വന്നപ്പോഴത്തേക്കും ഈ വ്യക്തിയിലും ദേവിയുടേതായിട്ടുള്ള ഗുണങ്ങൾ, ആ ഒരു സൗമ്യതയും ആ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും, ഇയാൾ വെറുതെ കിടന്ന് വഴക്കിടാനും അല്ലെങ്കിൽ വേറെ ആളുകളെ അവരുടെ കുറ്റവും കുറവും പറയാനും ഒന്നും ഈ രാഹുൽ പോകുന്നില്ല, ഈ ഉപാസകൻ പോകുന്നില്ല. അങ്ങനെ ഈ വ്യക്തി പയ്യനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ഇദ്ദേഹം ചെയ്യുന്ന സാധനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിരവധി മാറ്റങ്ങൾ വരുവാണ്. അദ്ദേഹത്തിൻ്റെ കോശങ്ങളിലായാലും ഫുൾ ബോഡിയിൽ എല്ലാം മാറ്റങ്ങളുണ്ടായി. അദ്ദേഹത്തിന് നല്ല അനുഭവങ്ങളെല്ലാം ഉണ്ടായി. ഈ രാഹുലിൻ്റെ ഉള്ളിൽ ഫുള്ള് പോസിറ്റീവായിട്ടുള്ള മോളിക്കുലർ സ്ട്രക്ചേഴ്സാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ആ സമയം അവരുടെ മാമൻ്റെയും അമ്മയുടെയും ഉള്ളിൽ അങ്ങനല്ല, അവിടെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. അപ്പോൾ അത് അവരെന്ത് ചെയ്യണം? അത് അവർ കറക്റ്റ് ചെയ്യണം. അവർ ഈ പറഞ്ഞ കണക്ക് സാവധാനം നല്ല സ്വഭാവം ആവണം. ചുരുക്കം പറഞ്ഞ ഈ ദേവിയുടേതായിട്ടുള്ള ഗുണങ്ങൾ, അല്ലെ യേശുവിൻ്റെ ആയിട്ടുള്ള ഗുണങ്ങൾ, അല്ലെ ശ്രീകൃഷ്ണൻ്റെ ആയിട്ടുള്ള ഗുണങ്ങൾ, ത്രിബുദ്ധൻ്റെ ആയിട്ടുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ നല്ല ഗുണങ്ങൾ, ഇവരെ ആരെയും കൊണ്ടുവന്നില്ലെങ്കിലും നല്ല ഗുണങ്ങൾ ഈ വ്യക്തികളിലേക്ക് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഉള്ളം ശുദ്ധിയാവാനായിട്ട് തുടങ്ങും. അവരുടെ സെൽസ് എല്ലാം ശുദ്ധിയാവും. ആ സമയത്ത് അവർക്ക് ഇതെല്ലാം അനുഭവിക്കാനായിട്ട് മനസ്സിലാക്കാനുമായിട്ടൊക്കെ സാധിക്കും. ഇവിടെ ഈ രാഹുലിന് തൻ്റെ ഉള്ളിലുള്ള ദൈവീകതകളും നന്മകളും എല്ലാം അനുഭവിക്കാനും മനസ്സിലാക്കാനും അറിയാനും ഒക്കെ സാധിക്കുന്നത് എങ്ങനെയാണ്? രാഹുൽ ഈ നല്ല ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെല്ലാം അദ്ദേഹം അത് എല്ലാം അനുസരിക്കുമായിരുന്നു. അതെല്ലാം അനുസരിക്കുകയും അതനുസരിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിനൊരു രൂപാന്തരം ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു മാറ്റം ഉണ്ടായി. ആ സമയം ഈ പറയുന്ന ഭക്തരെന്ന് പറഞ്ഞ് നടക്കുന്ന പല ആളുകൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഭക്തിയേ ഉള്ളൂ. ഇവിടെ ഇദ്ദേഹം അങ്ങനല്ല. ഇദ്ദേഹം ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ഈ രാഹുൽ ഞാൻ പറഞ്ഞില്ലേ, ദിവസവും രാവിലെ ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആ ഒരു സ്നേഹം, അദ്ദേഹത്തിൻ്റെ ആ ഒരു യേശു ക്രിസ്തുവിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആർക്കിടൈപ്പാണത്, അദ്ദേഹത്തിന് അത് ചെയ്യുന്നതിന് സന്തോഷമാണ്. അങ്ങനെ ചെയ്യുമ്പം ആ സ്നേഹം കൊണ്ട് വരണം രൂപാന്തരം. മനസ്സിലായി? നമ്മൾ അടിച്ചേൽപ്പിക്കുകയൊന്നുമല്ല, സ്വന്തമായിട്ട് അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നി നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ വരുന്നതാണ് രൂപാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്ന വ്യക്തിയാണ് രാഹുൽ. പക്ഷേ മറ്റവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു തിരിച്ചറിവൊന്നുമില്ല. ഇവർ ഇതെല്ലാം വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ അത് കൂടുതൽ ആഴത്തിൽ ഭൗതികത അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല. തന്നെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഈ രേവതി ടീച്ചറായാലും അദ്ദേഹത്തിൻ്റെ ആങ്ങള രാജീവായാലും ഇവർ രണ്ടുപേരും ഭക്തരുടെ കോൺസെപ്റ്റിലാണ് ഈ പറയുന്നത് മൊത്തം. നിങ്ങൾ അവരെ വെച്ച് കമ്പയർ ചെയ്ത് എടുത്തോണ്ട് ഈ ഭക്തർ ഇവർക്ക് ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ പറയുന്ന കണക്കുള്ള ചെറിയ കാര്യങ്ങൾ തന്നെ വഴക്കിടാനും ബഹളം വെക്കാനും ഒക്കെയാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത്. ആ സമയം ഈ രാഹുലിൻ്റെ ഉള്ളിൽ മൊത്തം സ്നേഹവും സമാധാനവും നിറഞ്ഞൊഴുകുക. മനസ്സിലായില്ല? ആ സമയം വേറെ വ്യക്തികൾ അവരുടെ ഉള്ളിൽ അതല്ല. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഈ സ്നേഹവും സമാധാനവും നിറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായില്ല? ആ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. സകലവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കപ്പം ഓട്ടോമാറ്റിക്കലി ലഭിച്ചോളും. നെഗറ്റീവായിട്ടുള്ള മോളിക്കുലർ സ്ട്രക്ചറുള്ള ആളുകൾ, വ്യക്തികൾ എന്താ വേണം? നെഗറ്റീവായിട്ടുള്ള ചിന്തകളെല്ലാം കൂടുതൽ ഉള്ള ആളുകൾ, ഇമോഷൻസിലെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ ഉള്ളിൽ നിന്ന് ഈ സാധനമെല്ലാം, ഈ ഊർജ്ജങ്ങളെല്ലാം മാറ്റി അവിടെ പുതിയ ഊർജ്ജങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ, വൈബ്രേഷൻസ് കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ ഇത്രയും നേരം കൊണ്ട് പറയാനായിട്ട് ശ്രമിച്ചത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ടും ആരോഗ്യമായിട്ടും വിവേകപൂർവ്വവും ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വികാരങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ എങ്ങനെയാണ് റിലീസ് ചെയ്ത് മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുവരുന്നത്? ഉദാഹരണം ഞാൻ പറഞ്ഞു, രേവതി ടീച്ചറിന് അദ്ദേഹത്തിൻ്റെ വിവാഹശേഷം മുഴുവനും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ ആ ചിന്തകളും ആ എനർജി ആ ഊർജ്ജം എല്ലാം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട്, അദ്ദേഹത്തിൻ്റെ എനർജി ബോഡിയിലെല്ലാം ആ സംഭവം അവിടെ ഉണ്ട്, ഇതെല്ലാം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ചേച്ചി എന്ത് വേണം? ഈ ചേച്ചി സാവധാനം ഓരോരോ വികാരങ്ങളെയും വെളിയിലേക്ക് കളയണം, അല്ലേ, റിലീസ് ചെയ്യണം. ഇതെങ്ങനെ റിലീസ് ചെയ്യും? നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി ഇത് പുറകോട്ട് വെളിയിലോട്ട് പോട്ടെ, അത് ഇങ്ങോട്ട് വരട്ടെ, അങ്ങനൊന്നും പറ്റത്തില്ല. മനസ്സിലായില്ലേ? നമ്മൾ ശാന്തമായിട്ടിരുന്ന് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുകയാണ് വേണ്ടത്. ആ സമയത്ത് നമ്മൾ ശാന്തമായിട്ട് കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് ഓരോരോ ചിന്തകൾ ഇങ്ങനെ വരും. ഓരോരോ ചിന്തകൾ വരും. നിങ്ങളുടെ കുഞ്ഞുനാളെ നിങ്ങളുടെ ട്യൂഷൻ ടീച്ചർ പറഞ്ഞിട്ടുള്ളതും വേറെ അയൽക്കാർ പറഞ്ഞിട്ടുള്ളതും വേറെ ആരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. ആ സാധനം കംപ്ലീറ്റ് നമ്മൾ എടുത്ത് കളയണം. മനസ്സിലല്ലേ? അപ്പോൾ അത് എടുത്ത് കളയാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓരോന്നോരോന്നായിട്ട് നിങ്ങളത് നിരീക്ഷിക്കുകയാണ് വേണ്ടത്, ബോധപൂർവം. അപബോധം, അവെയർനെസ് എന്ന് പറയത്തില്ലേ, ആ അവെയർനെസ് ഇസ് ലൈക്ക് എ ഫയർ എന്ന് പറയും. നമ്മളൊരു കാര്യം, നമുക്കൊരു തെറ്റായിട്ടുള്ളൊരു വികാരം വരുന്നു, അടിച്ചു പൊട്ടിക്കാനായിട്ടുള്ളൊരു പെട്ടെന്നൊരു ദേഷ്യം വരിക. ആ സമയത്ത് ഒരു 2 സെക്കൻഡ് എനിക്ക് ചിന്ത, എനിക്ക് ഇങ്ങനൊരു വികാരം എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു എന്നുള്ളൊരു അവബോധം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും. അതിന് നമ്മൾ ഇത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ 2 സെക്കൻഡ് നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ആ ഒരു അവബോധം, ആ ഒരു അവെയർനെസ് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. സാധിച്ചില്ലെങ്കിൽ നിങ്ങളതെല്ലാം അടിച്ചു പൊട്ടിക്കും എന്നുള്ള കാര്യം തീർച്ചയായും. പക്ഷെ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ ടേണിംഗ് പോയിൻ്റാണ്. അങ്ങനെ ഓരോരോ കാര്യത്തിലും കൊണ്ടുവരണം. അപ്പോൾ ഈ രേവതി ടീച്ചർ എന്ത് വേണം? കുറച്ച് നേരം ആ ടീച്ചറിൻ്റെ കൂടെ തന്നെ നിശബ്ദമായിട്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു സാക്ഷിയായിരിക്കുമ്പോൾ, ഒരു നിരീക്ഷകനായിട്ടിരിക്കുന്ന സമയത്ത്, ഒന്നും ചെയ്യാതെ ഒരു നിരീക്ഷകനായിട്ടിരിക്കുന്ന സമയത്ത് ആ ടീച്ചറുടെ ഉള്ളിൽ നിന്നും ഓരോരോ വികാരങ്ങളും ഇങ്ങനെ ഉയർന്നു വരും. ആ സമയത്ത് അതുമായിട്ട് താരതമ്യം പ്രാപിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് പെട്ടുപോകും. ആ സമയത്ത് അതിനൊന്നും പോവാതെ, അതുമായിട്ട് ബഹളം വെക്കാതെ, അതുമായിട്ട് വഴക്കൂടാനും അറ്റാച്ച് ചെയ്യാനും പോവാതെ ഒരു സാക്ഷിയെ പോലെ മാറി നിൽക്കുക. ആ സമയത്ത് ഇത് പയ്യനെ മാറും. പയ്യനെ സാവധാനം എല്ലാ വികാരങ്ങളും അത് മാറിപ്പോയേ പറ്റത്തുള്ളൂ. നമ്മൾ അതിന് ഈ ആഹാരം കൊടുക്കുന്നത് കൊണ്ടാണ്. നമ്മളാണ് നമ്മുടെ ചിന്തകളെ ഈ ആഹാരമൊക്കെ കൊടുത്ത് പുഷ്ടിപ്പെടുത്തുന്നത് എന്ന് പറയുന്ന കണക്ക്, നമ്മൾ നമ്മുടെ ഈ വേണ്ടാത്ത ചിന്തകൾക്കെല്ലാം നമ്മൾ വീണ്ടും അത് തന്നെ ആലോചിച്ച് അതിൻ്റെ ഊർജം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ പവർ. അപ്പോൾ അതുമായിട്ട് താരതമ്യം പ്രാപിക്കാതെ ആ ഊർജത്തിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഒരാൾ വന്ന് നിങ്ങളെ പറ്റിച്ചിട്ട് പോയി, നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ പൈസ പറ്റിച്ചിട്ട് പോയി. അപ്പോൾ നിങ്ങളത് വീണ്ടും ആലോചിച്ച് വന്നാലും അവൻ്റെ പൈസ അവൻ നശിച്ചു പോകത്തേ ഉള്ളൂ. ആ രീതിയിൽ ചിന്തിക്കാതെ അവിടെ ആ സംഭവിച്ചു പോയല്ലോ, അത് കഴിഞ്ഞല്ലയോ, ഇനി വീണ്ടും അത് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് ഞാൻ വീണ്ടും അത് ആലോചിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് എൻ്റെ പൈസ സാമ്പത്തികം തിരിച്ച് കിട്ടാനായിട്ട് പോകുന്നില്ല. എനിക്ക് ജോലി തരാമെന്നും പറഞ്ഞ് എന്നെ ഒരാൾ പൈസ വാങ്ങിച്ച് പറ്റിച്ചുകൊണ്ട് പോയി, അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വികാരം, അവൻ എന്നെ കുത്തുവാക്ക് പറഞ്ഞ് അവൻ എന്നെ പറ്റിച്ചിട്ട് പോയി. ആ സംഭവം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ കാര്യം പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുള്ളൂ. അല്ലെങ്കിൽ അത് പോവില്ല, അതവിടെ തന്നെ കിടക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അത് മാറിക്കൊള്ളും. ആ നെഗറ്റീവായിട്ടുള്ളത് മാറി അവിടെ പോസിറ്റീവായിട്ട് വരും. അവിടെ വെളിച്ചം വരും. മനസ്സിലായി? ഒരു വെളിച്ചം വീശുമ്പോഴത്തേക്ക് അത് മാറി. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ആവശ്യമില്ലാത്തുള്ള വികാരങ്ങളെല്ലാം മാറ്റി പോസിറ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റികൾ, ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ദൈവികതകളെല്ലാം. ആ സമയം മുതൽ നിങ്ങൾക്ക് എന്തുവാണ് നന്മ, എന്തുവാണ് യഥാർത്ഥത്തിലുള്ള നന്മ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊരു തുടക്കമാണ്. അങ്ങനെ പിന്നീട് നിങ്ങൾ നല്ലത് ചെയ്യത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവികതകളെല്ലാം അനുഭവിക്കാനും മനസ്സിലാക്കാനും അറിയാനും ഒക്കെ സ്വാഭാവികമായിട്ടും സാധിക്കുന്നത്, ആ
ആ സമയം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നല്ല നല്ല വാക്കുകൾ മാത്രമേ വരത്തുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ നന്മയെ വരത്തുള്ളൂ. നിങ്ങളുടെ ചെവി നല്ല കാര്യങ്ങളെ കേൾക്കത്തുള്ളൂ. നിങ്ങളുടെ കണ്ണ് നല്ല കാര്യങ്ങളെ കാണത്തുള്ളൂ. ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ് ഞാൻ ഒന്നുകൂടെ പറയാം. എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവികതയെല്ലാം മനസ്സിലാക്കാനും അറിയാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കുന്നത്? ആ സമയം മുതൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പോലും ശ്രമിച്ചാലും നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ ഒരു ശാപവാക്കോ ഇതോ പറയാനായിട്ട് ശ്രമിച്ചാൽ പോലും അത് സാധ്യമല്ല എന്നുള്ളതാണ് അതിനകത്തുള്ള വസ്തുത. എന്താ സാധ്യമല്ല ആ സമയങ്ങളിൽ. അതിൻ്റെ കാര്യം നിങ്ങൾ വാക്കുകളുടെയും ചിന്തകളുടെയും ഒക്കെ ലോകത്ത് നിന്നും അപ്പുറം പോയി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പറയാമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞു എന്നും വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.